ആമുൽ ഹുസ്ൻ, ദുഃഖത്തിന്റെ വർഷം. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായി, അബൂ താലിബ് വഫാത്തായി. അല്ലാഹുവിന്റെ റസൂൽ ദുഃഖിതനായി കിടക്കുമ്പോ നമുക്കറിയാമല്ലോ ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ, ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ദുഃഖാർത്തനായി കിടക്കുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്കല്ലയോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ബുറാഖ് എന്ന വാഹനവുമായി കടന്നു വരുന്നത്. ബുറാഖ് എന്ന വാഹനവുമായി കടന്നു വരുന്നത് ഒരു സഹോദരി 6666 രൂപ. അല്ലാഹുവിന്റെ റസൂലിന്റെ മിഅ്റാജിന്റെ സംഭവം പറയുമ്പോ ആ മിഅ്റാജിൽ ഉറങ്ങിയ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ആ സഹോദരിയുടെ ഹലാലായ മുറാദ് ഹാസിലാക്കണേ തമ്പുരാനെ. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ജിബ്രീൽ കടന്നു വന്നു. ശ്രദ്ധിച്ച് കേൾക്കണേ ചെറുപ്പക്കാരാ, ആൽബർട്ട് ഐൻസ്റ്റീൻ ആപേക്ഷിക സിദ്ധാന്തം പഠിക്കുമ്പോ ഞാൻ പറയുന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ സമയത്തെ വ്യവഹരിച്ചത് അല്ലാഹുവിന്റെ റസൂലിന്റെ മിഅ്റാജിന്റെ പേരിലാ. ഐൻസ്റ്റീന് കണ്ടുപിടിക്കാൻ കഴിയാത്ത തത്വശാസ്ത്രം പഠിപ്പിച്ചു കൊടുത്ത അല്ലാഹുവിന്റെ റസൂൽ എന്ന ശാസ്ത്രലോകത്തിന്റെ വഴികാട്ടി ആമിനയുടെ മുത്തുമോന് ബുറാഖ് എന്ന വാഹനം വന്നു. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലാ ലനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി. ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് മസ്ജിദുൽ ഹറാമിലേക്ക്, അവിടെ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ ഇസ്രാ ചെയ്തില്ലയോ? ഇതിന്റെ ഇടയിൽ ഓർമ്മിപ്പിക്കട്ടെ, ലോക ചരിത്രത്തിൽ ഇസ്ലാമിന്റെ ചരിത്രമടങ്ങുന്ന പള്ളിയാ ബൈത്തുൽ മുഖദ്ദസ്. അതിന്റെ ചുറ്റുഭാഗത്തല്ലയോ ഇബ്രാഹിം നബിയുടെ ഖബർ, അവിടെയല്ലയോ ഇസ്മായിൽ നബിയുടെ ഖബർ, ദാവൂദ് നബിയുടെ ഖബർ. ഇസ്രായേലും ഫലസ്തീനും ജോർദാനുമൊക്കെ ബഹുമാനപ്പെട്ട ബീവി നബീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ ഖബർ, ഇമാം ശാഫി റളിയല്ലാഹു അൻഹയുടെ ഖബർ. മസ്ജിദുൽ ഹറാമിൽ നിസ്കരിച്ചു, മസ്ജിദുൽ നബവിയിൽ നിസ്കരിച്ചു, ബൈത്തുൽ മുഖദ്ദസിൽ വന്ന് നിസ്കരിക്കണ്ടയോ? ഒരു ജുമാ നിസ്കരിക്കണ്ടയോ ബൈത്തുൽ മുഖദ്ദസിൽ? 17 മാസക്കാലം അല്ലാഹുവിന്റെ റസൂൽ നേരിട്ട് നിസ്കരിച്ച ബൈത്തുൽ മുഖദ്ദസ്. ഇൻഷാ അല്ലാഹ് മനസ്സിൽ ആഗ്രഹം വെക്ക് ചെറുപ്പക്കാരാ, ഈ വരുന്ന മാർച്ച് 12-ാം തീയതി ഈ വിനീതന്റെ നേതൃത്വത്തിൽ ഒരു സംഘം പുറപ്പെടുന്നുണ്ട് ബൈത്തുൽ മുഖദ്ദസിലേക്ക്. ആദ്യത്തെ ജുമാ ബൈത്തുൽ മുഖദ്ദസിൽ, പിന്നീട് പോവുകയാണ് ദാവൂദ് നബിയുടെ ഖബർ കാണാൻ, ഇസ്മായിൽ നബിയുടെ ഖബർ കാണാൻ, ഇമാം ശാഫി റളിയല്ലാഹു അൻഹയുടെ ഖബർ കാണാൻ, ഈസത്തുൽ മിസ്രിയുടെ ഖബർ കാണാൻ, ഈജിപ്തിലെ ഫറോവയുടെ പിരമിഡ് കാണാൻ. അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് കൂടാൻ കഴിയുന്നവര് കൂടുക. ഇസ്രായേൽ സാക്ഷ്യം വഹിച്ച ബൈത്തുൽ മുഖദ്ദസ്, അവിടെ നിന്നാണ് പിന്നീട് ജിബ്രീൽ പറക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലുമായി ഏഴാകാശം കടന്ന് അല്ലാഹു ആസിമു വജിബ്രീൽ ഖാദിമു വസിദ്റത്തുൽ മുൻതഹാ മഖാമു വൽ മഖാമു മഹ്മൂദ്. ചെറുപ്പക്കാരെ അവരൽപ്പം വിദ്യാഭ്യാസം വരുമ്പോ അല്ലാഹുവിന്റെ റസൂലിനെ തള്ളിക്കളയരുതേ. അല്ലാഹുവിന്റെ റസൂൽ പറക്കുകയാണ്, ഏഴാകാശം കടന്ന് ആലമുൽ നാസൂത്ത് കടന്ന്, ആലമുൽ ജബറൂത്ത് കടന്ന്, ആലമുൽ മലകൂത്ത് കടന്ന്, വറആജാഇബ ആലമിൽ മലകൂത്ത് വസറായിറൻ നാസൂത്ത് വൽ ജബറൂത്ത് ഐന മുദരിസ മസ്ജിദിൽ ലാഹൂത്ത് കമ്മിൻ ലദുന്നീൻ ഹവാഹു ഉലൂമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഏഴാകാശം കടന്നു, എല്ലാം കടന്നു, ടോപ്പോസ്ഫിയറും കടഞ്ഞു, അറ്റ്മോസ്ഫിയറും കഴിഞ്ഞു, തെർമോസ്ഫിയറും കഴിഞ്ഞു, ആധുനിക വാനശാസ്ത്രം കഴിഞ്ഞ വാനരോഗത്തിന്റെ 7 തട്ടുകൾ കഴിഞ്ഞു. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, 4 മാസങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലെ ഗവേഷണ കേന്ദ്രമായ നാസ ഒരു ഉപഗ്രഹം പറഞ്ഞു വിട്ടത്ര ബഹിരാകാശത്തിലേക്ക്. അല്ലാഹുവിന്റെ റസൂൽ വാഴ്ത്തപ്പെടട്ടെ. ഏഴാകാശത്തിന്റെ മുകളിലോട്ട് പോയ നാസയുടെ ഉപഗ്രഹം കഴിഞ്ഞതിന് മുമ്പിലത്തെ ശനിയാഴ്ച നാസയിൽ തിരിച്ചെത്തി. ആ ഉപഗ്രഹം 4 മാസം ആകാശത്തിലൂടെ ചുറ്റിക്കറങ്ങിയിട്ട് പറഞ്ഞുകൊടുത്ത ചരിത്രമേടെന്നറിയോ? ഈ ആകാശത്തിൽ ഭൂമിയുടെ സമാന സ്വഭാവമുള്ള 1400 കോടി ഗോളങ്ങളുണ്ട്. അത്രേ 1400 അല്ല,
14 ലക്ഷമല്ല, ഈ ഭൂമിയെ പോലെയുള്ള 1400 കോടി ഗോളങ്ങൾ ആകാശത്തിലുണ്ടത്രേ. 1400 കോടി ഗോളമുണ്ടെങ്കിൽ ആ ഗോളവും കടന്ന് 7ാം ആകാശവും കടന്നെത്തിയ ലോകനായകനെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ 7ാം ആകാശത്തിന്റെയും സിദ്റത്തുൽ മുൻതഹയിടയിൽ ഒരു സമുദ്രമുണ്ടത്രേ. കേൾക്കുക ചെറുപ്പക്കാരാ, 7ാം ആകാശത്തിന്റെയും സിദ്റത്തുൽ മുൻതഹയിടയിൽ ഒരു സമുദ്രമുണ്ടത്രേ. ആ സമുദ്രത്തിന്റെ പേരാണ് ബഹ്റുന്നൂർ. ആ സമുദ്രത്തിന്റെ പേരാണ് ബഹ്റുന്നൂർ. ആ സമുദ്രത്തിന്റെ കരയിലെത്തിയപ്പോഴാണ് കൂടെയുള്ള സഹയാത്രികൻ പറഞ്ഞത്, നബിയേ ദഇനി തഖദ്ദം യാ ഹബീബി ലാ തഖബ് അബ്ശിർ തുനാദി റബ്ബകൽ ഖയ്യൂമാ.